പാതി വിലയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് നടത്തിയത് 1000 കോടിയുടെ തട്ടിപ്പ്. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതി. കണ്ണൂരിലും പറവൂരിലും കായംകുളത്തും പുതിയ പരാതികൾ. സംസ്ഥാനമെങ്ങും അന്വേഷണം വ്യാപിപ്പിച്ചു പോലീസ്. വഴിയരികിൽ വണ്ടി നിർത്തി വിശ്രമിച്ചവരെ കൈവച്ച പോലീസിനെതിരെ നടപടി. കേസെടുത്തു. കടുത്ത പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് മാർച്ച്. ഇന്നലെ രാത്രി പോലീസ് അതിക്രമം ഉണ്ടായത് വിവാഹ സംഘത്തിന് നേരെ. പലരുടെ തലയ്ക്കടക്കം പരിക്കേറ്റു. കിഫ്ബി വഴി ഫണ്ട് മുടക്കി വൻ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. അത്തരം ചില വികസന പദ്ധതികളിലൂടെ വരുമാനം ആർജിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് തീരുമാനമെടുത്തിട്ടുള്ളതാണ്. വികസനം നടക്കണമെങ്കിൽ ടോൾ നൽകിയേ മതിയാകൂ എന്ന ഇടതുമുന്നണി കൺവീനർ. ഇടതുമുന്നണിക്കുള്ളിൽ ഭിന്നതയില്ല. കിഫ്ബിയിലൂടെ ചെലവാക്കിയ പണം തിരികെ പിടിക്കാൻ വേറെ വഴിയില്ലെന്നും ടി പി രാമകൃഷ്ണൻ. വല്ലപ്പുഴയിൽ സെവൻസ് ഗ്യാലറി തകർന്ന സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസ്. പരിധിയിൽ കവിഞ്ഞ എണ്ണം ആളുകളെ പ്രവേശിപ്പിച്ചെന്ന് പോലീസ്. പരിക്കേറ്റത് 70ഓളം പേർക്ക്. ഗ്യാലറിയിൽ കാണികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. കൊട്ടാരക്കരയിൽ ആംബുലൻസും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. അപകടം MC റോഡിൽ സദാനന്ദപുരത്ത്. മരിച്ചത് ആംബുലൻസ് യാത്രക്കാരായ അടൂർ എഴംകുളം സ്വദേശികൾ. വോട്ടെടുപ്പ് ദിവസവും വിവാദങ്ങളിൽ നിറഞ്ഞ ഡൽഹി. മുഖ്യമന്ത്രി അതിഷിയുടെ ഓഫീസ് ജീവനക്കാരെ പണവുമായി പിടിച്ചെന്ന് പോലീസ്. യമുന വിഷപരാമർശത്തിൽ കേജ്രിവാളിനെതിരെ കേസെടുത്ത് ഹരിയാന പോലീസ്. വോട്ടെടുപ്പ് തുടരുന്നു. രാഹുൽ ഗാന്ധിയും S ജയശങ്കറും അടക്കം പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. ഇതുവരെ 12% പോളിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രയാഗ്രാജിൽ കുംഭമേളയിൽ പങ്കെടുക്കുന്നു. പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തിന് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ പോലീസുകാർക്കെതിരെ കേസെടുത്തു. മർദ്ദനമേറ്റ സിതാരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. വാഹനം വഴിയരികിൽ നിർത്തി